കോഴിക്കോട് നല്ല ബിരിയാണി കിട്ടുന്ന ഒരുപാട് സ്ഥലങ്ങളുണ്ട്. പക്ഷെ ഇതേപോലെ 70 രൂപയ്ക്ക് 80 രൂപയ്ക്ക് നല്ല അടിപൊളി ബിരിയാണി കിട്ടുന്ന ഒരു സ്പോട്ട് ഞാൻ മുന്നേ ഇവിടെ വീഡിയോ ചെയ്തു. നമ്മളെ കല്ലായി പുഷ്പ ജംഗ്ഷനാണ്. അപ്പോൾ അതിൻ്റെ തൊട്ടടുത്ത് ഒരു 80 റുപ്യേൻ്റെ ബിരിയാണി ഉണ്ട് ഒരു കമൻറ്റ് എനിക്ക് വന്നിരുന്നു. ഞാൻ മറ്റോടത്ത് ഇടയ്ക്കിടയ്ക്ക് കയറി കഴിക്കാണ്ട് ഇപ്പം ഞാൻ ഇതുവരെ കഴിച്ചിട്ടില്ല. എന്നൊന്ന് ഇവിടെ കയറി കഴിച്ചു നോക്കാം. സിംഗിൾ പീസ് 80 റുപ്യേൻ്റെ നമ്മൾ സിംഗിൾ പീസ് പൊരിച്ചതുണ്ട് ദമ്മും ഉണ്ട് കേട്ടോ. പിന്നെ 70-80 റുപ്യൊക്കെ സിംഗിൾ പീസ് അല്ല ഉണ്ടാവുള്ളൂ. അപ്പോൾ ഞാൻ എന്തായാലും പൊരിച്ചാണ് പറഞ്ഞത്. സാധാരണ ഞാൻ അങ്ങനെ പൊരിച്ച് പറയാറില്ല. എന്തായാലും ഒന്ന് ഇവിടുത്തെ പൊരിച്ച കഴിച്ചു നോക്കാനാണ് എനിക്ക് കമൻറ്റ് ഇട്ട ആൾ പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പൊരിച്ചത്. സാധനം വരുന്നുണ്ട് കേട്ടോ. ഒരു പ്ലേറ്റ് തൈര് അച്ചാറൊക്കെ കൊണ്ടുവച്ചിട്ടുണ്ട്. അതാണ് സാധനം. കഴിച്ചു നോക്കട്ടെ എങ്ങനെയുണ്ട്. അപ്പോൾ ആദ്യം മൊത്തത്തിൽ അങ്ങോട്ട് തട്ടുക. കാണാൻ നല്ല റൈസൊക്കെ കേട്ടോ. പിന്നെ റൈസിൻ്റെ ക്വാണ്ടിറ്റീന് ഞാൻ പറയാം. അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റീനുണ്ട്. തൈര് അച്ചാറ് പീസ് നോക്കട്ടെ. റൈസ് നല്ല അത്യാവശ്യം വലുപ്പമുള്ളൊരു പീസ്. റൈസ് കാണാൻ വലിയ മോശമൊന്നുമില്ല. കഴിച്ചു നോക്കട്ടെ കേട്ടോ. കുഴപ്പമില്ല, നല്ല ടേസ്റ്റ് ഉണ്ട്. അതേപോലെ പൊരിച്ചൊരു പീസ് അത്യാവശ്യം വലുപ്പമുണ്ട് കേട്ടോ. വീഡിയോ അത്ര മനസ്സിലാവുന്ന അറിയില്ല. പക്ഷേ 80 റുപ്യക്ക് കൊള്ളാട്ടോ. ഇത് വന്നിട്ട് തൊട്ടപ്പുറത്ത് തന്നെ 70 റുപ്യൻ്റെ നല്ല ബിരിയാണി കഴിച്ചിട്ടുണ്ട്. അവിടെ നല്ല ആളുണ്ട് നടക്കുന്നത്. സാധനം അവിടെ 80 റുപ്യ സിംഗിൾ പീസ് ബിരിയാണി. പിന്നെ റൈസിൻ്റെ ക്വാണ്ടിറ്റിയെ പറ്റി പറയുകയാണെങ്കിൽ ഇത് അൺലിമിറ്റഡ് ആട്ടോ. ആ ചേച്ചി വീണ്ടും വീണ്ടും വന്ന് ചോദിക്കുന്നുണ്ട് റൈസ് ഇനി വേണോ എന്നൊക്കെ. എല്ലാവരോടും ചോദിക്കുന്നുണ്ട്. പല ആൾക്കാർ അങ്ങനെ ചോദിക്കുന്നുണ്ട്. ബോർഡിൽ എഴുതി വെച്ച് അവരൊക്കെ പോകും. അപ്പോൾ എന്തായാലും 80 റുപ്യക്ക് അടിപൊളി ബിരിയാണി സ്പോട്ട് നമ്മളെ കോഴിക്കോട്. അത് നമ്മളെ കല്ലായി റോഡാണ്. പുഷ്പാഞ്ജലി എത്തുന്നതിൻ്റെ മുന്നേ നമ്മളെ മെയ് ഫ്ലവറിലൊക്കെ പോകുന്ന ആ റോഡില്ലേ, ആ റോഡ് തൊട്ടടുത്ത് 70 റുപ്യൻ്റെ 80 റുപ്യൻ്റെ രണ്ട് കിട്ടില്ല. രണ്ട് മറ്റേ കഴിച്ചിട്ടുണ്ട്. അടിപൊളി ബിരിയാണി സ്പോട്ട്സാണ്.